ഹലോ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗേൾ വിത്ത് വിങ്സ്, ലെറ്റ് യുവർ ഡ്രീം ബി വിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എല്ലാ പ്രോബ്ലത്തിനും എല്ലാ ചാപ്റ്റേഴ്സിലെ പ്രോബ്ലംസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബേസിക് മാത്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് ട്രിഗ്നോമെട്രിയും ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ആയിരിക്കും പഠിക്കുന്നത്. അടുത്ത പാർട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നത് വെക്ടേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രിഗ്നോമെട്രിയിലോട്ട് പോകും. അപ്പോൾ നമുക്കറിയാം കുറച്ച് സമയം കൂടെ ഉള്ളൂ. സോ പെട്ടെന്ന് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ സൈഡ് വൈസ് ആയാലും പിന്നെ നിങ്ങൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് സൈൻ കോസ് ടാൻ എന്ന് എഴുതിയേക്കും. ഇപ്പോൾ ഇത് നമ്മളെപ്പോഴും പഠിക്കുന്ന ഈ 0 ഡിഗ്രിയുടെയും 30 ഡിഗ്രിയുടെയും 45 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും 90 ഡിഗ്രിയുടെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെയും കൂടെ അത് നോക്കി എഴുതി പഠിക്കുക. അപ്പം സൈൻ എന്ന് വെച്ചാൽ എങ്ങനെ എഴുതുന്നതെന്ന് അറിയാമല്ലോ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് സൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നത് 0 തന്നെയാണ്. കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ ടാൻ 0 എന്ന് പറയുന്നത് 0 ഡിഗ്രി തന്നെയാണ്. ഇനി സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. ഇനി അടുത്തത് ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അതേപോലെ തന്നെ സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്. ഇനി അതേപോലെ തന്നെ സൈൻ 60 എന്ന് പറയുന്നത് √3/2, കോസ് 60 എന്ന് പറയുന്നത് 1/2. ഇനി ടാൻ 60 എന്ന് പറയുന്നത് √3. സൈൻ 90 എന്ന് പറയുന്നത് 1, കോസ് 90 എന്ന് പറയുന്നത് 0, ടാൻ 90 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ്. സൈനും കോസും ടാനും പഠിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് സൈനിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് നമ്പർ ബിലോ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് നമുക്ക് സൈൻ 90 കണ്ടുപിടിക്കണം. സൈൻ 90 കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് നമ്പേഴ്സ് ബിലോ എത്ര നമ്പറുകളുണ്ട്, അത് 1, 2, 3, 4, അതായത് √4/2 ചെയ്താൽ മതി. അതായത് 2/2, അതായത് 1. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ റൂട്ട് നമ്പർ ഓഫ് ഫിംഗേഴ്സ് ബിലോ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഇനി അടുത്തത് കോസ് ആണ്. കോസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബവ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ഇപ്പോൾ നമുക്ക് കോസ് 16 ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചു. കോസ് 16 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബവ് നോക്കിയാൽ എത്രയുണ്ട്? റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബവ് എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ. അപ്പം അത് ഞാൻ ഫസ്റ്റ് ക്ലാസ് ആണതുകൊണ്ട് എനിക്ക് കൂടുതൽ √1 ഡിവൈഡഡ് ബൈ 2, √1 എന്ന് പറയുന്നത് 1 തന്നെയാണല്ലേ. അപ്പോൾ 1/2 ആണ് അവിടെ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം, കോസ് 16 എന്ന് പറയുന്നത് 1/2 ആണോ? കോസ് 16 ഈസ് 1/2. കണ്ടോ, കോസ് 16 എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി അടുത്തത് നമുക്ക് ടാൻ്റെ കേസ് നോക്കാം. ടാനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബവ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ 45 ആണ്. അപ്പോൾ ടാൻ 45 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ എന്ന് പറയുന്നത് √2 ആണ്. ഇനി √2 ആണല്ലേ. അപ്പം റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബവ് എന്ന് പറയുന്നതും √2 ആണ്. അപ്പം √2/√2, സോ 1 ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ നോക്കിക്കേ, ടാൻ 45 ഈസ് 1. അപ്പോൾ നമ്മൾ അതിൻ്റെ ട്രിക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആംഗിൾ ഇൻ ടേംസ് ഓഫ് റേഡിയൻ. റേഡിയൻ്റെ ടേംസിൽ ആംഗിളിനെയാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിലെല്ലാം റേഡിയൻസിലൊക്കെ തരും. അപ്പം പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3.14 ആണ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 2π എന്ന് പറയുന്നത്
60 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയനാണ്. അതേപോലെ തന്നെ പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി എന്ന് പറയുന്നത് പൈ റേഡിയനാണ്. 90 ഡിഗ്രി എന്ന് പറയുന്നത് π/2 റേഡിയനാണ്. 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3 റേഡിയനാണ്. 45 ഡിഗ്രി എന്ന് പറയുന്നത് π/4 റേഡിയനാണ്. സോ അപ്പോൾ ഈ ഡിഗ്രി റേഡിയൻ കൺവേർഷൻ ഇത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു സാധനമാണ്, സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. ഇനി അടുത്തത് സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. അതേപോലെ തന്നെ കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇത് നമുക്ക് അതിനകത്ത് നിന്ന് ഡിറൈവ് ചെയ്തെടുക്കും. സോ കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി പ്ലസ് ഇവിടെ പ്ലസ് ആക്കിയാൽ മതി സൈൻ എ സൈൻ ബി ആണ്. അതേപോലെ തന്നെ ഉള്ളതാണ് ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി ആണ്. പിന്നെ ഉള്ളത് ടാൻ എ മൈനസ് ബി ആണ്. സോ ടാൻ എ മൈനസ് ബി എന്ന് പറയുന്നത് ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി ആണ്. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി അടുത്തത് ഡിഫറൻസിയേഷനെ കുറിച്ചിട്ടാണ്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിഫറൻസിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വൈ എക്സ് ഗ്രാഫിൻ്റെ അതിൻ്റെ സ്ലോപ്പാണ്, അതായത് dy/dx എന്ന് പറയുന്ന ഒരു ചെറിയ ടൈം ഇൻ്റർവെല്ലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മളുടെ ഇത് വളരെ ചെറിയൊരു ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡൊക്കെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഡിഫറൻസിയേഷൻ വഴിയിട്ടാണ്. അപ്പോൾ 1.5 to 1.6 ഈ ഒരു 0.1 ഇൻസ്റ്റൻറ്റിലുള്ള അത്രയും ചെറിയൊരു മൈന്യൂട്ട് ഇൻസ്റ്റൻറ്റിലുള്ള ഇത് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പം എന്ന് പറയുന്നത് dy/dx ആണ്, അത് അതിൻ്റെ സ്ലോപ്പാണ്, അതാണ് നമ്മൾ ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് dy/dx എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് റൂൾസ് ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇപ്പോൾ ഒരു 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ dy/dx എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പോൾ x⁻n ആണ് നമുക്ക് വരുന്നതെങ്കിൽ x⁻n ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് x⁻n-1 ആയിരിക്കും. അതേപോലെ തന്നെ y = 1/x ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് dy/dx എന്ന് പറയുന്നത് -1/x² ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് y = 1/x⁻n ആണ് വരുന്നതെങ്കിൽ അവിടെ -n/x⁻n+1, അതായത് 2 ആണ് വരുന്നതെങ്കിൽ -2/x⁻³ ആയിരിക്കും വരിക. ഇനി ഇത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ കുറച്ച് റിസൾട്ട്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് y = log x വന്നാൽ അവിടെ 1/x ആയിരിക്കും. y = ex വന്നാൽ അവിടെ dy/dx എന്ന് പറയുന്നത് ex തന്നെയായിരിക്കും. y = ax എന്നൊരു ഇതിൽ വന്നാൽ ax × log EA വരും. അതുപോലെ തന്നെ y = sin x ആണെങ്കിൽ അവിടെ dy/dx എന്ന് പറയുന്നത് cos x ആയിരിക്കും. ഇനി y = cos x ആണെങ്കിൽ അവിടെ dy/dx എന്ന് പറയുന്നത് -sin x ആയിരിക്കും. ഇനി y = tan x ആണെങ്കിൽ അവിടെ dy/dx എന്ന് പറയുന്നത് sec² x ആയിരിക്കും. ഈ രണ്ടെണ്ണം ഒന്ന് ഓർത്തിരുന്നത് നമുക്ക് ആവശ്യം വരും. അതായത് y = sin x ആണെങ്കിൽ cos x ആയിരിക്കും, cos x ആണെങ്കിൽ -sin x ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് തരത്തിലാണ് നമുക്ക് ഇവിടെ വരിക. ഫസ്റ്റ് വൺ വരിക വി ആൻഡ് യു മെത്തേഡ്, അതായത് y = u × v അങ്ങനെ ഒരു സാധനം വന്നാൽ എന്താ വരിക എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് വരുന്നത് dy/dx എന്ന് പറയുന്നത് എന്ത് വരും? u എന്താ അറിയില്ല, ഇത് പേന ക്ലിയർ ആവുന്നില്ല എന്ന് നോക്കട്ടെ. അപ്പോൾ u dv/dx u × dv/dx plus v × du/dx എന്ന് വരും. അപ്പം ഇതേപോലെ v ×
യു ഇൻറ്റു വി ആണ് വരുന്നതെങ്കിൽ ഡി വൈ ബൈ ഡി എക്സിൽ യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് വരും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് y ഈസിക്കൽ ടു യു ബൈ വി ആണ് വരുന്നത്, വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. അതായത് ഇപ്പം നമ്മൾ ഇവിടെ വി ആണ് എടുക്കുന്നെങ്കിൽ ഇവിടെ യു ആയിരിക്കും, ഡിയുടെ കൂടെ യു ആയിരിക്കും വരിക. ഇനി അടുത്തത് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് വരിക. ഇനി അടുത്ത ഡബിൾ ഡിഫറൻസിയേഷനാണ്. ഡബിൾ ഡിഫറൻസിയേഷനിൽ നമ്മൾ പറഞ്ഞ് y ഈസിക്കൽ ടു സൈൻ എക്സ് ആണ് വന്നത്. നമ്മൾ നേരത്തെ ഇവിടെ നമ്മളൊരു റിസൾട്ട് പഠിച്ചത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. y ഈസിക്കൽ ടു സൈൻ എക്സ് ആണ് വരുന്നത്, കോസ് എക്സ് ആയിരിക്കും. കോസ് എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. y ഈസിക്കൽ ടു സൈൻ എക്സ് ആണ് വന്നത്. സൈൻ എക്സ് ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? കോസ് എക്സ് ആയിരിക്കും, ഉറപ്പാണ്. കോസ് എക്സ് വന്നു. ഇനി ഡി വി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് എന്താ? ഇതിന് ഇനി ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കോസ് എക്സിൻ്റെ ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മൈനസ് സൈൻ എക്സ് ആണ്. ഇനി അടുത്തത് ഇത് നോക്കാം. ഇനി y ഈസിക്കൽ ടു കോസ് എക്സ് ആണ് നമുക്ക് തന്നത്. കോസ് എക്സിൻ്റെ ഡിഫറൻഷിയേഷൻ എന്താ? മൈനസ് സൈൻ എക്സ് ആണ്, ഇനി അതിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും? മൈനസ് കോസ് എക്സ്. അപ്പോൾ ഇതാണ് ഡബിൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ് മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്നത്. മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്നത് മിക്ക ഇതിലും നമ്മൾ ചോദിക്കുന്നതാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ഡബിൾ ഡിഫറൻസിയേഷൻ ചെയ്യുക. അതായത് ഒരു ഇതിനും എപ്പോഴും ഒരു മാക്സിമം പോയിൻ്റ് കാണും, മിനിമം പോയിൻറ്റും കാണും. മാക്സിമവും കാണും, മിനിമവും കാണും. അപ്പോൾ ഈ ഒരു മാക്സിമത്തിലും മിനിമത്തിലും ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. മാക്സിമത്തിലും 0 ആയിരിക്കും, മിനിമത്തിലും 0 ആയിരിക്കും. അപ്പം ഇത് നമ്മൾക്ക് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡി സ്ക്വയർ ബൈ ഡി, അതായത് നമുക്കിതിനകത്തൊരു മാക്സിമ മിനിമ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം മിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന് നമുക്ക് മാക്സിമം വാല്യൂ കാണും, മിനിമം വാല്യൂ കാണും. ഇത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഡബിൾ ഡിഫറൻസിയേഷൻ ചെയ്യുക. ഡബിൾ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് മിനിമം ആയിരിക്കും. കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം ആയിരിക്കും, അതേപോലെ തന്നെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മിനിമം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മിനിമം എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായിക്കൊണ്ടല്ലോ അല്ലേ? അതായത് ഡബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വന്നാൽ അതെന്താണ്? മാക്സിമം ആണ്, പോസിറ്റീവ് വന്നാൽ മിനിമം ആണ്. ഇനി അടുത്താണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ y dx എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ അണ്ടർ ദ ഗ്രാഫിനാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു n + 1 ഡിവൈഡഡ് ബൈ n + 1 പ്ലസ് സി. ഈ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് സി. നേരത്തെ നമ്മൾ സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് എക്സ് ആയിരുന്നു. അപ്പം നമ്മൾ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് മൈനസ് ഇട്ട് സൈൻ എക്സ് എഴുതിക്കൊണ്ടു. പക്ഷേ ഇവിടെ തലതിരിച്ചാണ് വരുന്നത്. സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് കോസ് എക്സ് പ്ലസ് സി. സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ്, കോസ് എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് സൈൻ എക്സ് ആണ്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രണ്ടെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഇത് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ബി ബൈ എക്സ് ആണ്. ഈസിക്കൽ ടു മൈനസ് ഈ സൈന് വരം കോസ് ഇടുക, പിന്നെ എ എക്സ് പ്ലസ് ബി അതേപോലെ തന്നെ എഴുതി ബൈ എ ചെയ്യുക പ്ലസ് സി. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി എക്സ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഇൻറ്റു എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് സി. ഇനി നമുക്ക് ഉള്ളത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. അതായത് ഇൻ്റഗ്രൽ ഓഫ് എക്സിന് നമുക്ക് ലിമിറ്റ് തരും, 2ഉം തരും, 4ഉം തരും. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് എക്സ് ചെയ്യുക, എന്നിട്ട് നമ്മളുടെ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതായത് നമ്മൾക്കറിയാം എക്സ് റേസ് ടു n + 1 ഡിവൈഡ് ബൈ n + 1. നമുക്ക് എക്സ് ആയതുകൊണ്ട് എക്സ് റേസ് ടു n 1 + 1 ഡിവൈഡ് ബൈ 1 + 1. അതാണ് എക്സ് റേസ് ടു 2/2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഇൻറ്റു
ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് 4 ഉണ്ട് ലിമിറ്റ്, അതേപോലെ തന്നെ അപ്പർ ലിമിറ്റ് 4 ലോവർ ലിമിറ്റ് 2 ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, 1/2 ഇൻറ്റു, നിങ്ങൾക്ക് അറിയാമെന്നറിയാം, നമ്മൾ +2 പഠിച്ച് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. 1/2 ഇപ്പുറത്തോട്ട് എഴുതി, അത് കഴിഞ്ഞിട്ട് 4ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ എത്രയാണ്, 16, പിന്നെ 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ നമുക്ക് 16 - 4 എന്ന് പറയുമ്പോൾ 12, 12/2 എന്ന് പറയുന്നത് എത്രയാണ്, 12/2 എന്ന് പറയുന്നത് 6. അപ്പം ഇങ്ങനെയാണ് ലിമിറ്റ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വെക്ടറാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫുള്ള് ഫസ്റ്റ് തൊട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഇങ്ങനെ വെച്ച് തന്നെ ഈസി ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ എന്ത് പഠിച്ചു, ട്രിഗ്നോമെട്രി പഠിച്ചു. ട്രിഗ്നോമെട്രിയിൽ സൈനും കോസും ടാനും ഒക്കെ പഠിച്ചു, അതിൻ്റെ ഒരു ട്രിക്ക് പഠിച്ചു. പിന്നെ നമ്മൾ ആംഗിളിനെ റേഡിയൻ ഡിഗ്രിയിലോട്ടാക്കാൻ പഠിച്ചു. പിന്നെ സൈനിൻ്റെയും കോസിൻ്റെയും കുറേ പഠിച്ചു. പിന്നെ ഡിഫറൻസിയേഷൻ പഠിച്ചു, അതിൻ്റെ കുറച്ച് റൂൾസ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിൾ ഡിഫറൻസിയേഷൻ, മാക്സിമ മിനിമ, പിന്നെ ഇൻ്റഗ്രേഷൻ, ഇതൊക്കെ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഓരോരോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിലൂടെ കടന്നു. അപ്പം ഞാൻ അതെല്ലാം ഒന്നും കൂടെ ആ സമയത്തും പറയാം. എന്നാലും ഇപ്പം നിങ്ങൾ ഇതൊന്ന് ബേസ് ഒന്ന് തറവാക്കി വെക്കുക. ഈ സ്ലൈഡിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇന്ന് തന്നെ ഇത് പഠിച്ചെടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. ഓക്കെ, താങ്ക് യു.